ഞാന് ഇങ്ങനെ തെക്കോട് ബീച്ചിൽ വന്ന അപ്പൊ ഇതാ മോളിതാ ഇവിടെ പൂയെല്ലാം കളച്ച് വെച്ചിട്ട് പണി നടക്കുന്നത്. ഒരുത്തിതാ വണ്ടി ഷാർട്ടാക്കിയിട്ട് അവിടെ എത്തിക്ക് അവിടെ കൂടെ ഷാർട്ടാക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യ്. ഇങ്ങോട്ടേക്ക് വരണോ അല്ല അങ്ങോട്ടേക്ക് പോകണോ എന്നുള്ള രീതിയിലാണുള്ളത്. ധൈര്യം കൊടുത്തിട്ട് ഒന്നും ഷാർട്ടാക്കുന്നില്ല. അശ്വിനെ ഷാർട്ടാക്കിട്ട് അടുത്തോട്ട് അടിച്ചിക്ക് വാ. കുറേ സമയം ഞാൻ അവളോട് പറഞ്ഞു കൊടുത്ത് ഓള് എല്ലാം കൂടി വരുമ്പോൾ പറ്റാന്ന് വെച്ച് പിന്നെ നോക്കുന്നുണ്ട് മത്സ്യത്തൊഴിലാളികൾ ഒരു ബോട്ടുമായിട്ട് കടലിലേക്ക് പോകുന്നു. മത്സ്യത്തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ആരാന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു പ്രളയം വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് കേരളത്തിൻ്റെ ഈ ഒരു പടേൻ്റെ പവറും അതേപോലെ തന്നെ അവരെ കഴിവും നമ്മൾ അംഗീകരിച്ചതാണ്. എന്നിരുന്നാലും അവരെ അന്നം തേടി പോവുകയാണ്. വണ്ടി എടുത്തോണ്ട് ആടെ എന്നോട് അറിയാനേ നിങ്ങൾ വാ വണ്ടി എടുത്തു എന്താ ചെയ്യാൻ. അങ്ങോട്ട് ഓടിച്ചു വാ വാ കൊടുക്ക് കൂടെ വേദിട്ട് വാ ഈ ഒരു ബീച്ചിൽ വന്നാൽ നമ്മളെ കടൽ തീരത്തോടെ നമുക്ക് ഇങ്ങനെ വണ്ടി ഓടിച്ചിങ്ങനെ പോകാം. കേരളത്തിലെ രണ്ടാമത്തെ ഡ്രൈവിംഗ് ബീച്ചാട്ടോ തിക്കോടി ഡ്രൈവിംഗ് ബീച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അല്ലാതെയും ഈ വെള്ളത്തിലിറങ്ങിയിട്ട് കളിക്കുന്നതും കുറേ മക്കളെയും അതുപോലുള്ള ആളുകളെയൊക്കെ കാണാം. കണ്ടില്ലേ കുറച്ച് ആൾക്കാരായ ഒരു പാറക്കെട്ടിന്റെ മേലെ എങ്ങനെ നിന്ന് സെൽഫീസ് എടുക്കുന്നത്. ഞാൻ ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്നതിന്റെ ഇടയിലാട്ടോ ഓള് വിളിക്കുന്നത് ഇങ്ങോട്ട് പോകാന്ന് പറയുന്നത്. കാര്യം എന്താ വെച്ചാൽ വണ്ടി അടവക്കട്ടെ വണ്ടി ഇവിടെ കൊണ്ടാക്കി ആദ്യം നല്ല എടുത്ത് അല്ലേ. ഒഴിവ് ദിവസങ്ങളിൽ നല്ല ആൾക്കൂട്ടുണ്ടാവും. പ്രത്യേകിച്ച് വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ വെച്ചാൽ അന്ന് സൂചി കുത്താനിടയില്ലാന്നിരിക്കില്ല അമ്മാതിരം. പിന്നെ ഇവിടെ വന്നാൽ ഇതുപോലെ പട്ടം പറപ്പിക്കുന്ന ആൾക്കാർ കാണാം. അതേപോലെ തന്നെ വണ്ടി ഓടിച്ച് കളിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള ആളുകളെ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയോടൊപ്പം ഫ്രണ്ട്സിനോടൊപ്പം വന്ന് ചിലവഴിക്കാൻ പറ്റിയൊരിടം തന്നെ കേട്ടോ ഈ ഒരു ബീച്ച്. അപ്പോൾ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ. ഓക്കെ ബൈ താങ്ക് യു.